Jesus Christ. So this is a new chapter in our life. As we step into the new year, we are also in a new appointment. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല നിമിഷത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും കർത്താവ് വീണ്ടും ചൊരിയട്ടെ. താങ്ക് യു ചർച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു സെർവിങ് യു. And thank you, pastors, for your valuable prayer. Thank you, Pastor James George. You did an outstanding service over here for the last 3 years. He's also going to another ministry in Florida. May the good God continue to bless you and use you in a special way over there. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുൻപിൽ ഇവിടെയുണ്ട്. So the worship team, you can come up to the stage at 11:50. So you can come up to the stage at 11:50 so that I can finish everything at the right time. കർത്താവിൻ്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ ചൊരിയുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നു. In the beginning of the 2024 onwards, we experience many blessings. We have a lot of ups and downs in our life. We have a lot of painful memories and also beautiful memories in our life. ദൈവസന്നിധിയിൽ നമുക്ക് വിവിധങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ ഈ ഒരു വർഷക്കാലം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി. There are a lot of success and also there are a lot of failures in our life. Actually, the month January is beginning the name after a Greek god Janus. ജാനസ് എന്നൊരു ഗ്രീക്ക് ഗോഡിൻ്റെ പേരിലാണ് ജനുവരി എന്നുള്ള മാസം ആരംഭിക്കുന്നത്. സോ ജാനസ് ഹാസ് 2 heads. One is looking back and another one is looking at the front. ഒന്ന് പുറകിലേക്ക് നോക്കുന്നതും ഒന്ന് മുൻപിലേക്ക് നോക്കുന്ന 2 തലകളുള്ള ഒരു ഗ്രീക്ക് ഗോഡാണ് ജാനസ് എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ കാര്യങ്ങളും പുറകോട്ട് നോക്കുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയാണ് നമ്മൾക്ക്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയുമാണ് നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യിക്കും എന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയും പ്രതീക്ഷയും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിത്തരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. So let me read a scripture portion that God has given in my heart. It's one of the familiar Bible words. I know that you all are familiar with that particular verse. Psalms 34 verse 5. 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. So this is a very familiar passage. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ് 5-ാം വാക്യം. Those who are looking unto his face, they will be radiant. അവങ്കിലേക്ക് നോക്കി എല്ലാവരും പ്രകാശിതരായി. Their face will not cover with any shame. So those who are looking unto his face, they will be radiant. Their face will not cover with any shame. അവങ്കിലേക്ക് നോക്കി എല്ലാ പ്രിയപ്പെട്ടവരും പ്രകാശിതരായിട്ടുണ്ട്. അവരുടെ ആരുടെയും മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. As we are approaching to 2025, we have a lot of expectation in our life. So we are looking unto the face of our Lord Jesus Christ. And those who are looking unto the face of Jesus, their face will not cover with any shame. ഈ ലോകത്തിൽ നമുക്ക് പലവിധമായിരിക്കുന്ന ടെൻഷൻസുകളുണ്ട്, ഷെയിമുകളുണ്ട്, സക്സസ് ഉണ്ട്,
Those who are looking unto the face of Lord Jesus, they will be radiant. അവരുടെ മുഖം പ്രകാശിക്കപ്പെടും. ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പല കാര്യങ്ങളും ഓർപ്പിക്കണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം ഇതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണം എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്. There we can see that the 7 disciples of our Lord Jesus Christ, they left their great mission and they went for the fishing. യേശുക്രിസ്തുവിൻ്റെ 7 ശിഷ്യന്മാർ അവർ ഫിഷിങ്ങിനായിട്ട് പോകുന്ന ചരിത്രമാണ്. They were very expert. They were very professionally skilled fishermen. They know how to do the fishing. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇനിയും they don't have the direct connection with the Lord because Jesus already resurrected. They had the experience only for the invisible experience of our Lord. അപ്പോൾ അതുകൊണ്ട് they need actually the constant support and constant supervision from the Lord. That's maybe the reason they left their great mission and they went for the fishing. അവർ എക്സ്പേർട്ടായിരുന്നു. അവർ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു ആ ഏരിയയിൽ. They had a great confidence in their life. Let me tell you in this evening, self-confidence will not make our life a success. എത്ര സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ജീവിതം സക്സസ് ആകണമെന്നില്ല. So they were very skilled professional fishermen. They had a good experience in that area. So continuous experience will not make success in your life. തുടർമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു പാസ്റ്റർ ആണെങ്കിലും, ഞാൻ 25 വർഷം പാസ്റ്ററായിട്ടാണ്, പാസ്റ്റർ ആണെങ്കിലും സക്സസ് ആകണമെന്നില്ല. ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ടോ ഹാർഡ് വർക്ക് ഉള്ളതുകൊണ്ടോ യൂണിറ്റി ഉള്ളതുകൊണ്ടോ വി കനോട്ട് മേക്ക് എനിത്തിങ്. ബട്ട് ഡിപ്പെൻഡൻസ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ സക്സസ് ഉണ്ടാകത്തുള്ളൂ. വിതൗട്ട് ഗോഡ് വി ക്യാൻ ഡു എനിത്തിങ്. വിത്ത് ഗോഡ് വി ഹാവ് ദ പവർ, വി ഹാവ് ദ സക്സസ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം, അതുകൊണ്ടാണ് അവിടെ ഏർലി മോർണിംഗ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതായിട്ടാണ് ഈ ശിഷ്യന്മാർക്ക് തോന്നുന്നത്. അവിടെ കാണുന്ന ഏർലി മോർണിംഗ് എ പേഴ്സൺ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഷോർ ആസ്കിങ്, ഡു യു ഗെറ്റ് എനിത്തിങ്? ഹാവ് യു ഗോട്ട് എനിത്തിങ്? എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചോ? സോ ദേ അഡ്മിറ്റ് ദെയർ ഫെയിലിയർ. ദേ സെഡ് വി ഡോണ്ട് ഗെറ്റ് എനിത്തിങ്. അവരവരുടെ ഫെയിലിയർ പറഞ്ഞു. ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ഹോണർ if we have the sincere response. ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായി റെസ്പോൺസ് ചെയ്താൽ, വി മേക്ക് മിസ്റ്റേക്സ് ഇൻ അവർ ലൈഫ്, വി ഹാവ് ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ് ഇൻ അവർ ലൈഫ്. നമുക്കെല്ലാവർക്കും ഒത്തിരി തെറ്റുകളും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് അഡ്മിറ്റ് അവർ ഫെയിലിയേഴ്സ്. ഇഫ് യു ആർ സിൻസിയർലി അഡ്മിറ്റിംഗ് യുവർ ഫെയിലിയർ, ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ഓണർ യുവർ സിൻസിയർ റെസ്പോൺസ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നോ പറഞ്ഞാൽ, അവിടെ 3 പ്രാവശ്യം നോ കാണുന്നുണ്ട് ആ പദത്തിൽ, യോഹന്നാൻ 21. ആത്മാർത്ഥമായിട്ട്, കർത്താവേ എനിക്ക് പലതൊന്നും അറിയത്തില്ല, അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ. സോ ദേ ക്യാച്ച് അറൗണ്ട് 153 ഫിഷസ്. ഏകദേശം 153ഓളം മീനുകൾ അവർ ആ തിബരിയാസ് കടൽ തീരത്ത് പിടിച്ചെടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് ആവശ്യം? അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു. ദേ ഹാഡ് എ സെൽഫ് കോൺഫിഡൻസ്, ദേ ഹാഡ് എൻ എക്സ്പീരിയൻസ് ഇൻ ദെയർ ലൈഫ്, ബട്ട് ദേ അഡ്മിറ്റ് ദെയർ ഫെയിലിയർ. ആൻഡ് അവരോട് ജീസസ് പറഞ്ഞു, കാസ്റ്റ് യുവർ നെറ്റ് ടു ദ റൈറ്റ് സൈഡ്. വലതുവശത്തേക്ക് നോക്കി വല വീശുവാനായിട്ട് പറഞ്ഞു. സോ ദേ ലിസൺ ഗോഡ്സ് വോയിസ്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് യുവർ ബോർഡ്, യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് യുവർ നെറ്റ്, യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് യുവർ ടെക്നോളജി, ജസ്റ്റ് റിലേ അപ്പോൺ ദ ലോർഡ്. അവരൊരിക്കലും ആ ബോട്ട് മാറ്റിയില്ല, നെറ്റും മാറ്റിയില്ല, ലേക്കും മാറ്റിയില്ല. പക്ഷേ അവർ കർത്താവിൻ്റെ വാക്കനുസരിക്കാൻ തയ്യാറായപ്പോൾ അവിടെ സക്സസ് ഉണ്ടായി. ദോസ് ഹു ആർ ലുക്കിംഗ് അറ്റ് ഹിസ് ഫേസ്, ദെയർ ഫേസ് വിൽ നോട്ട് കവർ വിത്ത് എനി ഷെയിം. ഹൗ മെനി ഓഫ് ദം ആർ ബിലീവിങ് ഇൻ ദിസ് മോർണിംഗ്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു വരുവാൻ ശ്രദ്ധിക്കുക. അവിടെ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എ പേഴ്സൺ വാസ് സ്റ്റാൻഡിങ് ഓവർ ദെയർ ആൻഡ് വെയിറ്റിംഗ് ഫോർ ദിസ് പീപ്പിൾ. നമ്മുടെ എല്ലാ സക്സസ്സുകളുടെയും പിന്നിൽ അവർക്കറിയത്തില്ല. ദേ ഡു നോട്ട് നോ ദാറ്റ് ദിസ് വാസ് ജീസസ്. അവിടെ എഴുതിയിട്ടുണ്ട്, അവർക്ക് അറിയത്തില്ലായിരുന്നു യേശു ആണെന്നുള്ള കാര്യം. നമ്മുടെ എല്ലാ സക്സസ്സുകളുടെയും പിന്നിൽ നമ്മൾ അറിയാതെ തന്നെ ഒരാൾ നിൽപ്പുണ്ട്. നമ്മൾ ഇന്ന് നേടിയതെല്ലാം, നമ്മുടെ വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും, ദെയർ ഇസ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ബിഹൈൻഡ് അവർ ലൈഫ്. ദേ ഡിഡ്ന്റ് റിയലൈസ് ദാറ്റ് വാസ് ജീസസ് ക്രൈസ്റ്റ്. ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരാൾ നമ്മൾ അറിയാതെ നിൽപ്പുണ്ട്. സോ ഹീ ഈസ് വെയിറ്റിംഗ്. ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ എത്രയോ സുന്ദരമാണ്. സോ ജീസസ് ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. ഇവരുടെ ഈ ഹാർഡ് വർക്കും ഫെയിലിയറും ഒക്കെ കണ്ടിട്ട് കർത്താവ് കാത്തു നിൽക്കുക. കർത്താവിന് തന്നെ ഹി വാസ് ഓൾസോ ഡിസപ്പോയിൻറ്റഡ് ഇൻ ദീസ് ഡിസൈപ്പിൾസ്. കാരണം ഇവർക്കൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ലോ, കഴിഞ്ഞ രാത്രിയിലല്ലേ, മിടുക്കന്മാരാണ്.
പക്ഷെ കർത്താവ് കാത്തിരിക്കുക. നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരാൾ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ഈ പ്രഭാതത്തിൽ അടുത്ത പ്രഭാതം പൊട്ടി വിടരുകയാണ്. നമ്മൾ ന്യൂ ഇയറിൻ്റെ ഒരു പ്രഭാതത്തിലേക്ക് വിടരുകയാണ്. നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ് ഒരു പുതിയ ദിനം. ഇവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, ഈ തീരത്ത് നിൽക്കുന്ന ഒരാളുണ്ട്. അവൻ നിന്നെ സഹായിക്കുവാൻ വേണ്ടിയാണ്. യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് എനിത്തിങ്. യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് യുവർ നെറ്റ് ഓർ എനി ബോട്ട് ഓർ എനി ടെക്നോളജി. യു ജസ്റ്റ് റിലേ അപ്പോൺ ഹി. ഈ പുതിയ ദിനത്തിൽ, പുതിയ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ഈ കടൽ തീരത്ത് കാത്തു നിൽക്കുന്നൊരു നല്ല കർത്താവുണ്ട്. അവൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായാൽ, അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ കരുണ. Could you please stand in the God's presence? Hallelujah. Ask to the Lord for the special favor, grace and blessings upon your life. Hallelujah. Lay all your disappointments and distress in the feet of our Lord Jesus Christ. Hallelujah. You may have a lot of tensions in your life. You may have a lot of pain in your life journey. Lay all your disappointments into the hands of Jesus. Ask to the Lord for the special favor and grace. Hallelujah. 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 Our God is here. Our God is standing over here. Look unto his face. All those who are looking unto his face, their face will not cover with any shame. അവങ്കിലേക്ക് നോക്കുന്ന പ്രിയപ്പെട്ടവർ, ഹാലലൂയ, ഹാലലൂയ.